പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. ക്യൂരിയോസിറ്റി കൂടുതലായിരുന്നു. നാളെന്തായിരിക്കും. ഓട്ടോമാറ്റിക്കലി ക്ലയൻസ് നമ്മളെ ബന്ധപ്പെടാൻ തുടങ്ങി. 2 മന്ത്സിന്റെ ഉള്ളിൽ ഞാനിപ്പം ഒരു 2 ലാക്സിന്റെ അടുത്തോളം ഏൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ റീച്ച് പോകുന്നുണ്ട്. ഇപ്പം 10K ഫോളോവേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇവിടേക്ക് ചെലവിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പം ഞാൻ നിൽക്കുന്നുണ്ട്. വെൽക്കം ടു ഹോൾ ഓഫ് ഫെയിം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ലൈഫ് കോച്ചും അതേപോലെ തന്നെ ഏർലി മാരേജ് റിലേഷൻഷിപ്പ് കോച്ചുമായിട്ടുള്ള ഷാന ഫാസിലാണ്. ഷാന ഫാസിൽ, നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്, നിങ്ങൾ ഇന്ന് സക്സസ് ആയിട്ടുള്ള ഒരു കോച്ചാണ്. ആസ് എ കോച്ച് ഒരു സ്ട്രഗ്ലിംഗ് ടൈം ഉണ്ട്. ആ ടൈമിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ സക്സസ് ആയി നിൽക്കുന്ന സമയത്ത് അന്ന് നിങ്ങൾ അനുഭവിച്ച അതേ സ്ട്രഗിളുകൾ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കോച്ചസ് പുറത്തുണ്ട്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഇൻസ്പയറിംഗ് ആവട്ടെ, അതേപോലെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ഇൻസ്പയറിംഗ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്തരം ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഓഡിയൻസിന് വേണ്ടി നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ എന്താണ്, ആരാണ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? എൻ്റെ പേര് ഷഹന ഫാസിൽ. ഞാനൊരു റിലേഷൻഷിപ്പ് കോച്ചാണ്, അതേപോലെ തന്നെ മൈൻഡ് പവർ ട്രെയിനറും കൂടിയാണ്. സാറ് പറഞ്ഞതുപോലെ തന്നെ ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു 5-6 വർഷം റെമഡിയൽ ടീച്ചിങ് എന്ന ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പിന്നീട് പല സാഹചര്യങ്ങൾ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി അവസാനം കോച്ചിങ് എന്ന ഫീൽഡിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഒരു വിഷൻ ഉണ്ടാവുമല്ലോ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം. കാരണം നമ്മൾ ഒരുപാട് ജോബുകൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതിലൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു ലെവലിലായിരുന്നു ഒരുപാട് വർഷം വർക്ക് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇതൊന്നും അല്ല എൻ്റെ മേഖല എന്നുള്ളത് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ചു കാലം കാത്തു നിൽക്കേണ്ടി വന്നു. എന്നാൽ പോലും കറക്റ്റ് ഒരു പൊസിഷനിൽ ഞാൻ എത്തി. ആസ് എ കോച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രോബ്ലംസ് കേൾക്കുക, അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കുക എന്നുള്ള ഒരു രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മറ്റുള്ളവരെ ഉപദേശിക്കാനും അതേപോലെ മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പം അതാണ് എൻ്റെ മേഖല എന്നുള്ളത് കണ്ടെത്താൻ കുറച്ച് സമയം എടുത്തെങ്കിൽ പോലും അത് കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ടും അതേപോലെ തന്നെ ഭയങ്കര ഹാപ്പിനെസ്സോട് കൂടിയിട്ടും ഫ്രീ ആയിട്ട് ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ആസ് എ കോച്ച് എന്നുള്ള ഒരു ലെവലോട് കൂടിയിട്ട് എനിക്ക് ഇപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സെഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അവരുടെ പ്രോബ്ലംസ് റെഡിയാക്കി കൊടുക്കാനും അതേപോലെ അവരുടെ പ്രോബ്ലംസ് കേൾക്കാനും അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു കാം മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് വഴിയാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്യുന്നതും ഇതാക്കുന്നതൊക്കെ. ഓക്കെ. നമ്മളുടെ കോച്ചിങ് എംപയർ ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞിരുന്ന ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? ആ സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്തിരുന്ന ഒരു കോച്ചിങ്ങിന് ഒരു കരിയർ ആയിട്ട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിന് ഒരു ബിസിനസ് മോഡലാക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ സ്ട്രഗിളുകളാണ് ആ സമയത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്? ഓക്കെ, ആസ് എ കോച്ചായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ ഒരു കറക്റ്റ് എനിക്ക് എന്താണ് ചെയ്യേണ്ടത്, കാരണം കോച്ചിങ്ങിൽ ഒരുപാട് മേഖലകളുണ്ട്, പലതരത്തിലുള്ളത്. വെൽത്ത് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കരിയർ മേഖലയിലാണെന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള കോച്ചിങ്ങുകളുണ്ട്. അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി മൊത്തത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫോക്കസ്ഡ് ആവാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി. ഞാൻ പാരന്റിങ് കോച്ചിങ് ചെയ്തു നോക്കി, അതേപോലെ തന്നെ സ്റ്റുഡൻസിനെ വെച്ചിട്ട് ചെയ്തു നോക്കി. അങ്ങനെ ഒരുപാട് തരത്തിൽ ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് ഒരു എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത രീതിയിലായിരുന്നു. ചെയ്യുന്നുണ്ട്, ഏൺ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാനല്ലാത്ത രീതിയിലായിരുന്നു എടുത്തോണ്ടിരുന്നത്. എവിടെയും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ. ആഫ്റ്റർ ഈ ഒരു കോച്ചിങ്ങിലേക്ക്, ഫറൂഖ് സാറിന്റെ കോച്ചിങ്ങിലേക്ക് എത്തിയതിനു ശേഷം സത്യം പറഞ്ഞാല് കറക്റ്റ് വാട്ട് ഐ വാണ്ട് എന്നുള്ളൊരു സംഭവം, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി എന്ന് പറഞ്ഞത് തീരെ ഇല്ലായിരുന്നു. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലൂടെ ഏൺ ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷെ കറക്റ്റ് ഒരു നമ്മുടെ നിഷ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. എന്താണ് എനിക്ക് വേണ്ടത്, എവിടെയാണ് എൻ്റെ ടേണിംഗ് പോയിന്റ് കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാത്ത രീതി. സാറിന്റെ സെഷനിൽ അറ്റൻഡ് ചെയ്ത ഫസ്റ്റ് സെഷനിൽ തന്നെ സത്യം പറഞ്ഞാല് ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്താണ് ഞാൻ എന്നുള്ള ഒരു സാധനം എനിക്ക് കിട്ടി. ഓക്കെ, ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റും, അല്ലെങ്കിൽ എന്റെ കറക്റ്റ് സാധനം ഇതാണ് എന്നുള്ളത് എനിക്ക് കിട്ടിയത് ഈ ഒരു കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. ഓക്കെ. നമ്മളെ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ ഉണ്ടായ ഒരു കാരണം എന്താ?
ഓക്കെ. ഒരുപാട് വട്ടം ഞാൻ ഇങ്ങനത്തെ ആഡ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. സാറിന്റെ ആഡ് ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ അപ്പോഴൊന്നും എനിക്ക് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കറക്റ്റ് ഇനിയും ഇത് വേണോ? ഒരുപാട് പിന്നെ നമ്മൾ ചെലവാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പൈസ അതിലേക്ക് പല ഇതിലും മുടക്കിയിട്ടുണ്ട്. പക്ഷെ ഇനിയും ഒരു പേയ്മെന്റ് കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളൊരു ഡൗട്ട് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു. സാറിന്റെ ഒരു പേഴ്സണൽ നമ്പറിൽ നിന്ന് തന്നെ ഒരു മെസ്സേജ് വന്ന സമയത്ത് കറക്റ്റ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള അതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. കറക്റ്റ് നിഷയെ കണ്ടെത്താത്തതും ഏണിങ്സ് ചെയ്യുന്ന ഞാൻ ഏണിങ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള മന്ത്ലി ഒരു ഏണിങ്സ് എന്നുള്ള ഒരു ലെവലിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കിട്ടുന്ന പൈസ സേവ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്തും എല്ലാം അതിൽ കൊടുത്തിട്ടുള്ള ഓരോ പോയിന്റുകളും സത്യം പറഞ്ഞാൽ ഇത് എന്റെ പ്രശ്നമാണല്ലോ എന്ന് ചോദിക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ആസ് എ ബിസിനസ് എന്നുള്ളത്. കാരണം എങ്ങനെ ബിസിനസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഒരു ഐഡിയ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആസ് എ കോച്ച് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും തലയിൽ ഉണ്ടെങ്കിൽ പോലും ആസ് എ കോച്ചാണ് പല രീതിയിൽ എനിക്ക് അതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒക്കെ ചെയ്യാം. പക്ഷെ ആസ് എ ബിസിനസ് എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല. എങ്ങനെയാണ് ഈ ഒരു കോച്ചിങ്ങിനെ ബിസിനസ്സേക്ക് ആക്കേണ്ടത് എന്നുള്ളത് അറിയാത്തൊരവസ്ഥ അതുള്ളത് കൊണ്ടാണ് എനിക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റാതിരുന്നത്. പക്ഷെ സാറുടെ ഈ ഒരു കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തതിന് ശേഷം അൽഹംദുലില്ലാ സത്യം പറഞ്ഞാല് നമ്മളൊരു ഓപ്പൺ ബുക്ക് ആവുക എന്ന് പറയാം. കാരണം എവിടെയും ഒരു സ്റ്റെക്നെസ് കാണുന്നില്ല. കാരണം എനിക്ക് ഒരു കോണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും കോണ്ടന്റ് ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് കോണ്ടന്റ് ഉണ്ടാക്കാൻ അറിയില്ല, എനിക്ക് വീഡിയോന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ അറിയൂല, അതെനിക്ക് പറ്റണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ബിക്കോസ് കോണ്ടന്റ് എന്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, എന്തിനെ കുറിച്ച് പറയണം എന്നുള്ള ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് കോണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റാത്തത്. പിന്നെ വീഡിയോന്റെ മുന്നിൽ വന്നിരിക്കാൻ പറ്റുള്ള ബുദ്ധിമുട്ട്. പക്ഷെ ആഫ്റ്റർ സാറിന്റെ ഇതിന് ശേഷം ഇന്ന് ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ റീച്ച് പോകുന്നുണ്ട്. ഇപ്പൊ 10K ഫോളോവേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒക്കെ ആഫ്റ്റർ ഈ ഒരു കോച്ചിങ്ങിന് ശേഷമാണ് അതൊക്കെ നടന്നിട്ടുള്ളത് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതേപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും ഒരു കോച്ചിങ് ബിസിനസ് ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിയ ഒരു ബിഗ്ഗസ്റ്റ് ലേണിംഗ് അതെന്താണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് ഫസ്റ്റ് മനസ്സിലായിട്ടുള്ളത് ഏതൊരു ജോബ് ചെയ്യുകയാണെങ്കിലും, ബിസിനസ് എന്നല്ല ഏതൊരു ജോബ് ചെയ്യുകയാണെങ്കിലും കറക്റ്റ് ഒരു ക്ലാരിറ്റി വേണം. എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ കിട്ടിയിട്ടുള്ളത് എന്റെ നിഷയാണ്, എന്റെ ക്ലാരിറ്റിയാണ്, വാട്ട് ഐ ഡു എന്നുള്ളത്. ആ നിഷയെ കിട്ടിയപ്പം തന്നെ കോണ്ടന്റ് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കോണ്ടന്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അത് സാറ് നല്ല രീതിയിൽ അത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ പോലും അല്ലാതെ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഒരു 1 hour ഒക്കെ എടുത്തിട്ട് കോണ്ടന്റ് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് ടൈം എടുക്കേണ്ട ഞാൻ ഒറ്റ ടേക്കിൽ തന്നെ വീഡിയോസ് പറയുന്ന ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ കോണ്ടന്റ് പറയുന്ന ഒരു ലെവലിലേക്കും അല്ലെങ്കിൽ കോണ്ടന്റ് പെട്ടെന്ന് 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 കിട്ടുന്നുണ്ട്. ബിക്കോസ് എൻ്റെ ഏരിയ അതായതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്ന് ഭയങ്കര എൻ്റെ ഉള്ളിൽ നിന്ന് അത് വരുന്നുണ്ട്. അത് നമ്മൾക്ക് കറക്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഏത് ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ഏതൊരു ഫീൽഡ് ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ക്ലാരിറ്റി വേണം. എന്താണ് ഞാൻ ചെയ്യുന്നത്, എന്താണ് എനിക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. അതെനിക്ക് ഫസ്റ്റ് ഡേ കിട്ടിയിട്ടുണ്ട്. പിന്നീട് കിട്ടുന്ന ഓരോ ടാസ്കുകളാണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ പുതിയ പുതിയ അറിവുകളാണ്. കുറെ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണെങ്കിൽ പോലും അതിൽ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കറക്റ്റ് വർക്ക് സാറുടെ ടാസ്ക് കാരണം ആ ടാസ്കിലൂടെ നമ്മൾ അത് വർക്ക് ചെയ്തു. എല്ലാ ഡേ ബൈ ഡേ ആ ടാസ്കുകൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ക്യൂരിയോസിറ്റി കൂടുതലായിരുന്നു. നാളെ എന്തായിരിക്കും, എപ്പോഴാണ് ആ ഒരു ടേണിംഗ് സാർ പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് എനിക്ക് എത്താൻ പറ്റുക എന്നുള്ളതിന്റെ ഭയങ്കര ആ ഒരു വിഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ കറക്റ്റ് അത് ചെയ്തു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓവർ എക്സൈറ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഈസി ആയിട്ടുള്ള ടാസ്കുകൾ ആണെങ്കിൽ പോലും അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഈ ഒരു കോച്ചിങ്ങിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അത് നമുക്ക് എത്രത്തോളം, കാരണം ഇത്രയും കാലം ഇതൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ റീച്ച് ഉണ്ടാവാനാണ്, എങ്ങനെ ക്ലയൻസിനെ കിട്ടാനാണെന്നുള്ള ഒരു തോട്ട് എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇതുവരെ ക്ലയൻസ് നമ്മളിലേക്ക് എത്തിപ്പെടാത്തത് എന്നുള്ളത് ഒരു ഇതുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ആഫ്റ്റർ ആ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ കറക്റ്റ്, അത് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാണ്, കറക്റ്റ് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് അത് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് സർ ഇതിൽ ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളടുത്ത് വാഗ്ദാനം ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളത് 100% ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ പ്രോഗ്രാമിൽ നമ്മൾ ബിസിനസ് ബിൽഡ് ചെയ്യേണ്ട പല കാര്യങ്ങളും, ഫൗണ്ടേഷൻ, നിഷ്, അതേപോലെ മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. കണ്ടന്റ് റിസർച്ച് ചെയ്യുന്നത്, കോമ്പറ്റീറ്റർ അനാലിസിസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടല്ലോ. അപ്പൊ ഇതില് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിയ ഒരു സംഭവം ഏതാ? ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഭാഗം ഏതാ?
പാർട്ട് രണ്ട് ഏതാ? കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നിഷയാണ്. ഓഫ് കോഴ്സ് ഞാൻ നേരത്തെയും പറഞ്ഞു, ഉം, ഉം. നിഷയാണ് എന്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഇത് മാർക്കറ്റിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഒരു കോണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ നിഷയെ വെച്ചിട്ട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ എന്തെല്ലോ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷെ കറക്റ്റ് എന്റെ നിഷയെ വെച്ചിട്ട് ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് മുതൽ വീഡിയോസ് റീച്ച് പോവുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഓട്ടോമാറ്റിക്കലി ക്ലയൻസ് നമ്മളെ ബന്ധപ്പെടാൻ തുടങ്ങി. അത് വന്നുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങി. അപ്പം ആൾക്കാർക്ക്, ഞാൻ വിചാരിച്ചിരുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ ഒന്നും ആർക്കും ആവശ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും ആരും ഇല്ല, എന്നെ കേൾക്കാൻ ആരില്ല എന്ന് പറഞ്ഞിരുന്ന ഞാന് ഇപ്പൊ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാരിൽ മാത്രം ഒതുങ്ങി കൂടി നിന്നതായിരുന്നു. പക്ഷെ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്ത സമയത്ത്, കറക്റ്റ് വേവിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, എന്താണോ നമ്മൾ കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ ലോകത്തുണ്ട് നമ്മളെ കേൾക്കാനും നമ്മളിലേക്ക് എത്തിപ്പെടാനും. അപ്പം ഈ ഒരു രണ്ട് കാര്യം കറക്റ്റ് കൊടുക്കേണ്ടത് ഈ കോണ്ടന്റിന്റെ ഒരു സംഭവം, അതായത് നമ്മളുടെ മാർക്കറ്റിംഗ് ചെയ്യുന്ന രീതിയിൽ ഒരു ചേഞ്ചസ് വരുത്തിയ സമയത്ത്, എന്റെ കോണ്ടന്റുകൾ മാറ്റിയ സമയത്ത്, എന്റെ പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ മാറ്റിയ സമയത്ത് എനിക്ക് നല്ല രീതിയിലുള്ള റീച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഇതാണ് അതിലൂടെ കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മളെ ബിസിനസ് നമ്മൾ കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് പ്രോസസ് ആണ് എന്നുള്ളത് അല്ലേ? Yes. സെയിൽസിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു തെരഞ്ഞു തരം നടക്കണ്ട. ഒരു തരത്തിലുള്ള മാർക്കറ്റിങ്ങും, അതായത് ഒരു മെറ്റാ ആഡോ അല്ലെങ്കിൽ ബൂസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ വെറും എന്റെ ഒരു കോണ്ടന്റ് കേട്ടിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ കേട്ടിട്ടാണ് ആൾക്കാർ വരുന്നത്. ബിക്കോസ് നമ്മൾ കൊടുക്കുന്നത് ആ ഒരു രീതിയിൽ സെയിൽസ് പോകുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി സെയിൽസ് വന്നുകൊണ്ടിരിക്കണം, ക്ലയൻസ് വെരി നമ്മൾ ഗുഡ്, വെരി ഗുഡ്. അതെ, വന്നുകൊണ്ടിരിക്കുക അതെ. എന്നുള്ളതാണ്. ഉം. Yeah. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതായത് ഇപ്പോൾ നിങ്ങളുടെ ക്ലയൻസ് ബേസ് എത്രമാത്രം ഗ്രോത്ത് ഉണ്ടാക്കി, ക്ലയൻസ് എത്രമാത്രം ഗ്രോത്തിലേക്ക് വന്നു, അതേപോലെ തന്നെ എത്രമാത്രം റവന്യൂ നിങ്ങൾക്ക് ഇവിടുന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റി? ഓക്കെ, ഞാൻ ക്ലയൻസ് മുമ്പുണ്ടായിരുന്ന ഒരു ക്ലയൻസും ഇത് ഇവിടുന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴുള്ള ഒരു ക്ലയന്റിന്റെ ഗ്രോത്തും, അതേപോലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് റവന്യൂ ജനറേറ്റ് ചെയ്തതൊക്കെ കൂട്ടുമ്പോൾ എന്താണ് നിങ്ങളൊരു എക്സ്പീരിയൻസ്? എത്രമാത്രം നിങ്ങൾക്ക് എത്താൻ പറ്റി? ഈ ഒരു ബിസിനസ് കോച്ചിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം ഏൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഏൺ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലങ്ങൾ എടുത്തിട്ട് ചിലപ്പം ക്ലയൻസ് വരുന്നത് കുറവായിരിക്കും. ഒരാള് നമ്മളുടെ അടുത്ത് വന്നു, അവരത് പറഞ്ഞു കേട്ടിട്ട് ഒന്നോ രണ്ടോ ആൾക്കാർ ഇങ്ങനെ ബാക്കിൽ വന്നു, ആ ഒരു രീതിയിലല്ലാതെ എപ്പോഴും നമുക്കുണ്ടാവുമല്ലോ ഒരു ഫ്ലോ ഉണ്ടാവുമല്ലോ, ആ ഫ്ലോ ഇല്ലായിരുന്നു. അതായിരുന്നു എന്റെ പ്രശ്നം, ഫ്ലോ ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മളെ ക്ലയന്റ് വന്നുകൊണ്ടിരിക്കുക, നമ്മളെ ഒന്ന് ആരെങ്കിലും ഒക്കെ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആ തിരിച്ചറിയാ ഞാൻ ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് അതായത് കൂടുതലും വന്നിരുന്നത് റഫറൽ ആയിരുന്നു. അത് സ്ലോ ഗ്രോത്ത് ആണ് അല്ലേ? അതായത് എന്റെ യെസ്. വാട്സപ്പ് ഗ്രൂപ്പ്, അതേപോലെ തന്നെ ഫാമിലി, ഈ ഒരു ഫ്രണ്ട്സ് സർക്കിൾ, ഈ ഒരു സർക്കിളിലുള്ള ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ബേസിക് ബാക്കിൽ കുറച്ച് ആൾക്കാർ വന്നെന്നല്ലാതെ സത്യം പറഞ്ഞാൽ ലോകം അറിഞ്ഞിട്ടില്ല ഞാൻ ആരാണെന്നുള്ളത്, ലോകം അറിയാത്തൊരവസ്ഥ എന്ന് പറയാം. അപ്പൊ ഫ്ലോ ഇല്ലായിരുന്നു, അതായത് ക്ലയന്റിന്റെ ഫ്ലോയും ഇല്ലായിരുന്നു. അതേപോലെ തന്നെ മണി ഫ്ലോ എന്ന് പറയുന്ന ഒരു സംഭവം എന്നിലേക്ക് വരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾക്കുണ്ടല്ലോ കുറെ കാലം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മൾ ഒരു 1 ലാഖിലേക്ക് എത്തുക, 2 ലാഖിലേക്ക് എത്തുക എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഫ്ലോ ഇല്ലായിരുന്നു. ആഫ്റ്റർ ദിസ് പ്രോഗ്രാമിന് ശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് 2-3 മന്ത്സ് ആവുകയാണ്. ഈ ഒരു 2-3 മന്ത്സിന്റെ ഉള്ളില് 2 മന്ത്സ് അല്ലെ, 2 മന്ത്സിന്റെ ഉള്ളില് ഞാനിപ്പം ഒരു 2 ലാക്സിന്റെ അടുത്തോളം ഏൺ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി 1,60,000 ഗുഡ്. എന്നുള്ള ലെവലിലേക്ക് ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. അതും ഡെയിലി എനിക്ക് പിന്നെ ക്ലയൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതായത് എൻക്വയറീസ് വരുന്നുണ്ട്. അത് പിന്നെ പെട്ടെന്ന് സോർട്ട് ഔട്ട് ആവുന്നുണ്ട്, പെട്ടെന്ന് എനിക്ക് പിന്നെ അത് പാച്ചപ്പ് ആവുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഒരു ഗ്രോത്ത്, എന്റെ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി, ആൾക്കാർ എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ ഒരു ഫ്ലോ, ക്ലയൻസിന്റെ ഫ്ലോ വന്നുകൊണ്ടിരുന്നു. ഇപ്പൊ നമുക്കിപ്പോ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും എൻക്വയറീസ് ഡെയിലി വരാൻ തുടങ്ങി. അപ്പൊ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഈവൻ ഓക്കെ ഞാനൊരു കോച്ചാണ് എന്നുള്ള ഒരു ലെവലിലേക്ക് നമുക്ക് ചിന്തിക്കാം. ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, നമ്മളെ വിശ്വസിക്കുന്നുണ്ട്, നമ്മുടെ വാക്കുകൾ അവർ കേൾക്കുന്നുണ്ട്, അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ലെവലിലേക്കും ആഫ്റ്റർ ദിസ് കോച്ചിങ്ങിന് ശേഷമാണ്, ആ ഒരു കറക്റ്റ് സാധനം നമ്മൾ കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്കിത് കിട്ടി തുടങ്ങിയിട്ടുള്ളത്. അതായത് ഇത്രയും എമൗണ്ട് നേടിയത് 1 രൂപ പോലും മെറ്റാഡിന് വേണ്ടി ചെലവാക്കാതെയാണെന്ന് യെസ്, അല്ലേ? യെസ്. ഓക്കെ, ഓക്കെ. നിങ്ങൾ ഈ ജേണിയിലായിരുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രൗഡ് ഫീൽ തോന്നിയത് എന്താണ്? വിത്തിൻ 1 മന്ത് തന്നെ ഒരു 1 ലാക്ക് ഏണിംഗിലേക്ക്, ഒന്നര മാസം കൊണ്ട് തന്നെ 1 ലാക്ക് ഏണിംഗിലേക്ക് വന്നു. അതേപോലെ തന്നെ എനിക്കൊരു പ്രൗഡ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഇതിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ 10K ഫോളോവേഴ്സ് ആവുന്നു, അതൊരു പ്രൗഡ് മൊമെന്റ് ആണ്. പിന്നെ ഏൺ ചെയ്യുന്നത് ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഈവൻ നമ്മുടെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസുകൾ വരും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിക്കേണ്ടി വരും. ആ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന സമയത്ത് എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ
ഇവിടേക്ക് ചെലവിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. അത് വെരി ഗുഡ്. ഫാമിലി ചെറിയൊരു ഇതുള്ളത് കൊണ്ട്, ഹസ്ബൻഡിന് ജോബിന്റെ ചെറിയൊരു ഇഷ്യൂസ് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാനാണ് ഇപ്പം ആ ഒരു ചെലവ് നോക്കുന്നതും, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഞാൻ നോക്കുന്നത്. അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റാന്നുള്ള ഒരു ലെവലിലേക്ക് മാറിയത് തന്നെ എന്റെ ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെന്റ് ആണ്. ഇത് കറക്റ്റ് ടൈമിങ്ങിലാണ് സാറുടെ ഒരു കോച്ചിങ്ങിലേക്ക് ഞാൻ എത്തിപ്പെട്ടതും ഈ ഒരു ലെവലിലേക്ക് മാറിയിട്ടുള്ളതും. ഓക്കെ. അപ്പൊ ഈ ബിസിനസ് ലെവലിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതിനോടൊപ്പം ഇന്റേണൽ ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്യും? നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായതായിട്ട്, കോൺഫിഡൻസ് കൂടുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഡെഫിനറ്റ്ലി ഇന്റേണൽ ചേഞ്ച്? കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് ഈവൻ എനിക്കിപ്പോ ഏറ്റവും വലിയൊരു എൻ്റെ ഒരു പോരായ്മയായിരുന്നു ഒരു ഗ്രൂപ്പ് പ്രോഗ്രാം ചെയ്യുക എന്നുള്ളത്. പേഴ്സണൽ ആയിട്ട് ഞാൻ എത്രയും സംസാരിക്കും, പക്ഷെ ഒരു ഓഡിയൻസ് ഒരുപാട് ഓഡിയൻസ് വരുന്ന സമയത്ത് എങ്ങനെ അത് ഈവൻ എന്തോ ഒരു മടിയായിരുന്നു, ചെയ്യലുണ്ടായിരുന്നില്ല. ഇപ്പൊ അൽഹംദുലില്ലാ അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് എൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഒരു കോൺഫിഡൻസും, അതേപോലെ തന്നെ എനിക്കറിയാം ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും എനിക്ക് അവിടെ സ്റ്റെക്നെസ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ഇതോട് കൂടിയിട്ട് ഈവൻ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കോച്ചിങ് എടുത്തിട്ടുള്ളത്, ഐ മീൻ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ആ ബിസിനസ്സിന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു കറക്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ കൊടുത്ത്, ആ ഒരു കറക്റ്റ് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും പേടിക്കാതെ തന്നെ നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം സത്യമായിട്ടും കോൺഫിഡൻസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്, ഒരു സെൽഫ് റെസ്പെക്ട് കൂടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്. അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ടെക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യുക. കാരണം എന്തായാലും നമ്മളിപ്പോ ഇതിൽ മുടക്കുന്നത് ഒരിക്കലും നഷ്ടം വരൂല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൽ ഒരുപാട് നമുക്ക് ടാസ്കുകളും ഒരുപാട് കാര്യങ്ങൾ സാർ ചെയ്യാൻ പറയുന്നത് ഉണ്ടാവും. സാർ പറയുന്ന രീതിയിൽ അതേപോലെ കൺസിസ്റ്റൻസോട് കൂടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്നില്ല. ഈവൻ നമ്മളിപ്പോ എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ചെയ്യുന്നില്ല, ഐ മീൻ ഇതൊന്നും ശരിയാവൂല എന്ന ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ചിലപ്പോൾ വർക്ക് ആവൂല. കറക്റ്റ് ടൈമിങ്ങിൽ, അതായത് കറക്റ്റ് സാർ പറഞ്ഞ സമയത്ത് പറഞ്ഞ രീതിയിലേക്ക് അത് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതേ പാറ്റേൺ ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ 100% രക്ഷപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കറക്റ്റ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കിട്ടും. നിഷയാണെങ്കിൽ നിഷ, നിങ്ങളുടെ ലീഡ് ആണെങ്കിൽ ലീഡ്, മണി ഫ്ലോ ആണെങ്കിൽ മണി ഫ്ലോ എല്ലാം കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഞാനെന്ന് പറയുന്നത്. എന്റെ അവസ്ഥ എന്തായിരുന്നുള്ളത് എനിക്കും എന്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാർക്കും നന്നായിട്ട് അറിയാം. ആ ലെവലിൽ നിന്ന് ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ 100% ഉറപ്പ് തരും. എല്ലാവർക്കും ഇത് സജസ്റ്റ് ചെയ്യും. ധൈര്യമായിട്ട് എടുക്കാൻ വേണ്ടി പറയും. ഇപ്പൊ ഒരുപാട് ആൾക്കാർ, ഒരുപാട് കോച്ചസ് പുറത്ത് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കോച്ചസ് ഉണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ നോക്കി കാണുമ്പോൾ നിങ്ങളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോച്ചാണ്, അത്യാവശ്യം ക്ലയൻസ് ഉണ്ട്, ഈ റവന്യൂ ഏൺ ചെയ്യാൻ തുടങ്ങി, അപ്പൊ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യുന്ന കോച്ചസിനോട് എന്ത് അഡ്വൈസ് ആണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? ഒരുപക്ഷെ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവുക ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ നിഷ എന്താണ് എന്നുള്ളത് അറിയാത്തത് കൊണ്ടായിരിക്കും മിക്കവാറും. കാരണം കോച്ചസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകളാണെന്നുണ്ടെങ്കിലും ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്, ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് നമുക്ക് വിസ്ഡംസ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. 100% ഉണ്ട്. എൻ്റെ അടക്കം ഓരോ കോച്ചസിനും, ഓരോ കോച്ചിങ് കഴിഞ്ഞിറങ്ങുന്ന എല്ലാവർക്കും അത്രയും പിന്നെ പവർഫുള്ളോട് കൂടിയിട്ട്, അല്ലെങ്കിൽ അത്രയും നമുക്ക് കൊടുത്തതിനേക്കാൾ ഡബിൾ ആയിട്ടാണ് നമുക്ക് അത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കോച്ചിങ് ഫീൽഡിൽ നിന്ന്. അപ്പം പക്ഷെ അത് കിട്ടിയ സാധനം നമ്മൾ തലയിൽ ഇങ്ങനെ വെച്ച് നടന്ന് ഉള്ളിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടന്നതുകൊണ്ട് കാര്യമല്ല, ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അത് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ സ്റ്റെക്നെസ് വരുന്നത്. ഇത് ഞാൻ ആർക്കാ കൊടുക്കേണ്ടത്, എൻ്റെ ഓഡിയൻസ് ആരാണ്, എനിക്ക് എന്നിലേക്ക് വരേണ്ട ക്ലയൻസ് ആരൊക്കെയാണെന്നുള്ളത് കറക്റ്റ് അറിയാത്തത് കൊണ്ട് മാത്രമാണ് ആ ഒരു സ്റ്റെക്നെസ് വരുന്നത്. പലരും പറയുന്നുണ്ട് മണി ബ്ലോക്ക് ആണ്, മറ്റേ ബ്ലോക്ക് ആണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ ഞാനും അത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. എനിക്ക് മണി ബ്ലോക്ക് ആണ്, എൻ്റെതൊന്നും ശരിയാവുന്നില്ല. സത്യം പറഞ്ഞാൽ മണി ബ്ലോക്കിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് ആർക്ക് വേണ്ടി കൊടുക്കണം, എൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത്, ഇത് ഞാൻ ഏത് രീതിയിൽ കൊടുക്കണം എന്നുള്ളത് കറക്റ്റ് ഒരു സംഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്കുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഫ്ലോ ആയിരിക്കും ഉണ്ടാവുക. അത് കറക്റ്റ് കിട്ടി. അത് കാരണം നമ്മളുടെ ഉള്ളിൽ കഴിവുണ്ട്. ആ കഴിവിനെ നമ്മൾ ഏത് രീതിയിലേക്ക് പുറത്തെടുക്കണം എന്നുള്ളത് നമുക്കൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ, എന്റെ പോയിന്റ് ഇതാണ്, ഇതിലാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ടതില്ല. ആ ഒരു ഫ്ലോ നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഓരോ കോച്ചസിനടുത്ത് പറയാം, സ്റ്റെക്കായി കിടക്കുന്ന കോച്ചസിന്റെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ കറക്റ്റ് നിഷ എന്താണെന്നത് നിങ്ങൾ കണ്ടെത്താത്തത് കൊണ്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതുണ്ട്. വേറെയുള്ള സാഹചര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. ഈ ഒരു കറക്റ്റ് സംഭവം കിട്ടിക്കഴിഞ്ഞാൽ 100% നമ്മളിലേക്ക് ആൾക്കാർ വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്.
That's it. താങ്ക് യു സോ മച്ച് ഷാന ഫാസിൽ. Thank you. നിങ്ങളുടെ ഈ ഒരു ജേണി നിങ്ങൾ ഇവിടെ ഷെയർ ചെയ്തത് ഫ്രം ദി സ്ക്രാച്ച് മുതൽ കോച്ചിങ് ബിസിനസ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇൻസ്പയറിംഗ് ആവും. ഇതുപോലെ നമുക്ക് വീണ്ടും ഒരു ഹാൾ ഓഫ് ഫെയിമിൽ 1 CR അച്ചീവ് ചെയ്തുകൊണ്ട് ഇവിടെ ഇതേപോലെ ഒന്ന് ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു Thank you. താങ്ക് യു സോ മച്ച്. Thanks so much.